ഇന്ന് സൺഡേ ആയിട്ട് 100 രൂപക്ക് നല്ല കുഞ്ഞ മത്തി ചാകര വള കിട്ടിയിട്ടുണ്ട്. പണ്ടേ മീൻ മുറിക്കാൻ ഭയങ്കര സ്ലോ ആണ്. ആ മീൻ മുറിക്കുന്ന കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇന്ന് നീ മുറിച്ചാൽ തീരൂലാണ്. അതുകൊണ്ട് അവസാനം അമ്മയും കൂട്ടിയിട്ടുണ്ടായി മീൻ മുറിക്കാൻ. മുറിച്ച് കഴിയാനാകുമ്പോക്ക് ഒരു വണ്ടിയിൽ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ട് ആള് വന്നിട്ടുണ്ട്. ആപ്പിള് കഴിക്കാതെ ഉറങ്ങാത്ത എന്റെ മോൻ ഇപ്പൊ കുറച്ച് ദിവസമായി ആപ്പിൾ കഴിക്കാത്ത. എന്നാൽ കുറച്ച് ആപ്പിൾ വാങ്ങിയേക്കാന്ന് വെച്ചിട്ടാണ് പോയിനി. പക്ഷെ ആപ്പിൾ ഒട്ടും നല്ല ഉണ്ടായിട്ടാ. പിന്നെ കുറച്ച് ഓറഞ്ചും ഒരു വത്തക്കും. ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെന്നാൽ മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് തിരിഞ്ഞു നോക്കൂല. എന്നാൽ കട്ട് ചെയ്തെന്ന് കൈ കൊണ്ട് വെച്ചെന്നാലും ഞാൻ തീരെ തിന്നാത്തൊരു സാധനമാണ് ഈ വത്തക്ക. എന്നാൽ പിള്ളേർക്കും എൻ്റെ വീട്ടിലും രജിയുടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടം വത്തക്ക തന്നെയാണ്. പിന്നെ വത്തക്ക വാങ്ങിക്കൊണ്ടുവന്നാട് തന്നെ പുറത്തുനിന്ന് തന്നെ ഒരു കത്തിയും പ്ലേറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പാടന്നെ മുറിച്ചു. വത്തക്ക പോലുള്ള സാധനം പിള്ളേർക്ക് പുറത്തുനിന്ന് കൊടുക്കുന്നത് തന്നെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീട് മൊത്തം വെള്ളാക്കി കളയും. എന്തായാലും വാങ്ങി ഒന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കി. അതുകൊണ്ട് ഒരു കഷ്ണം പീസ് എടുത്ത് കഴിച്ചും നോക്കാന്ന് വെച്ചു. പക്ഷെ ഞാനത് ഫുള്ള് കഴിച്ചില്ല കേട്ടാ. അത് ഞാൻ വസു കഴിച്ചതിന്റെ ബാക്കി എടുത്ത് കഴിച്ചാണ്. ഈ വത്തക്ക എന്ന സമയം കൊണ്ട് അമ്മ മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി കറിയും വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്താവും ഇത്രയും സ്പീഡിൽ പണിയെടുക്കണേ? ഞാൻ ഇത്രയും നാളായിട്ട് പണിയെടുത്തിട്ടും എനിക്കിതൊരു സ്പീഡ് വന്നിട്ടില്ല കേട്ടോ. അത് കുക്കിങ്ങിൽ മാത്രമല്ല കേട്ടാ, ഈ അടിച്ചു വരാനും തുടക്കാനായാലും ബാക്കി എല്ലാ കാര്യത്തിലായാലും ഞാൻ ഒരുവിധം സ്ലോ തന്നെയാണ്. വീട്ടിൽ രാവിലെ വെച്ച് ചെറുപയറേറിയും പയറോറവൊക്കെ ഉണ്ടായി. എന്നാലും മത്തിക്കറി മാത്രം കൂട്ടി ചോറുന്നാൻ തോന്നി. കുഞ്ഞമ്മത്തി ഫുള്ളായിട്ട് അങ്ങ് വായിലിട്ട് ഒറ്റയടിക്ക് അങ്ങ് തിന്നണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ഈ ചെറുനാരങ്ങ നീര് ഈ മീൻ മോളീഷനിൽ കൂട്ടി മിക്സാക്കി ചോറുന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.